നഗരസഭ സൗന്ദര്യവൽക്കരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചു. പയ്യന്നൂർ നഗരത്തിലെത്തുന്ന പെരുമ്പയിലെ പ്രധാന കവാടം മുതൽ സെന്റ് മേരീസ് സ്കൂളിന് സമീപം വരെ റോഡരികിൽ ഇരുവശത്തും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഡിവൈഡറുകൾ, സെൻട്രൽ ബസാർ, ടൗൺ സ്ക്വയർ, ഗാന്ധി പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ്. അടുത്ത വെയിലിലും നമ്മളെല്ലാവരും ഒന്നായി ചേർന്ന് നിൽക്കുന്നത്. സുബ്രഹ്മണ്യ ഷേണായി ഏറ്റവും കൂടുതൽ കാലം പഞ്ചായത്ത് ഭരണാധികാരിയായി ഇരുന്ന സ്ഥലമാണ് പയ്യന്നൂർ. അദ്ദേഹത്തോട് പഴയകാലത്തെ പയ്യന്നൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പഴയ തലമുറക്കാരെല്ലാം പറയുന്നത് ആലും അരയാലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതി രമണീയമായ ഒരിടമായിട്ടാണ് പയ്യന്നൂർ. മലഞ്ചരക്കുകളുടെയും എല്ലാം വ്യാപാര കേന്ദ്രമെന്ന നിലയിലും ഒരു പട്ടണമെന്ന നിലയിലും ഈ പറയുന്ന സസ്യസമൃദ്ധമായിട്ടുള്ള ഒരിടമായിട്ടാണ് പയ്യന്നൂർ നിലനിന്നിരുന്നത്. ഇന്നതിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ രൂപഭാവങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ നാടിൻ്റെ പച്ചപ്പ് അത് നഷ്ടപ്പെടരുത് എന്ന ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് പയ്യന്നൂർ നഗരസഭ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വീതി കൂടിയിട്ടുള്ള റോഡല്ലെങ്കിലും പരിമിതികൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിടങ്ങൾ മനോഹരമായി സൂക്ഷിക്കുക, അത് ജനങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ട് മാറിത്തീരുക. ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരം സുന്ദര നഗരമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും നല്ല സഹകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ശുചിത്വബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നതാണ് നഗരസഭ ലക്ഷ്യമാക്കുന്നത്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, നഗരസഭാ സെക്രട്ടറി, ക്ലീൻ സിറ്റി മാനേജർ, ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS യൂണിറ്റ്, 11 വളണ്ടിയർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ NSS പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11 വളണ്ടിയർ പാർത്ഥിവ് PS വേസ്റ്റ് ടു ആർട്ട് പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇടക്ക MLAക്ക് കൈമാറി. എവർഷൈൻ ഗാർഡൻ തായ്നേരി എന്ന സ്ഥാപനത്തിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല നൽകിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ. അതിനെ എന്നെ പ്രാപ്തമാക്കിയത് ആംപിയറാണ്. സമൂഹത്തിൽ മാന്യതയുള്ളൊരു തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അതിനെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.